ഗുഡ് മോർണിംഗ് എവരി വൺ. ഇന്ന് ഞാൻ ആദ്യം തന്നെ കേരള ഹിസ്റ്ററി റിവൈസ് ചെയ്യുകയാണ് ചെയ്തത് റാങ്ക് ഫയലിൽ നിന്ന്. ഞാൻ ഓൾറെഡി പഠിച്ച ടോപ്പിക്കാണ്, അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് റിവൈസ് ചെയ്തു. എല്ലാവർക്കും പൊതുവേ ഉള്ളൊരു ഡൗട്ടാണ്, എസ്പെഷ്യലി ബിഗിനേഴ്സിന്, നമുക്ക് PSC പഠിക്കാൻ റാങ്ക് ഫയൽ വേണോ വേണ്ടയോ എന്നുള്ളത്. ഞാൻ റാങ്ക് ഫയൽ ഉപയോഗിച്ചും ഉപയോഗിക്കാതെയും PSC പഠിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് എനിക്ക് തോന്നിയത്, നമുക്കിപ്പം എല്ലാ ടോപ്പിക്കിനും നോട്ടൊക്കെ എഴുതിയെടുത്ത് കൃത്യമായിട്ട് നോട്ടൊക്കെ ഉണ്ട് എങ്കിൽ നമുക്ക് റാങ്ക് ഫയൽ ശരിക്കും ഒരു അത്യാവശ്യമുള്ള കാര്യമല്ല. പക്ഷേ ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എക്സാം നമുക്കിനി അധികം ടൈമില്ല. അപ്പം എല്ലാത്തിനും നോട്ട് എഴുതി എടുക്കാനുള്ള സമയമില്ലാത്തത് കൊണ്ട് നമ്മൾ ഓൾറെഡി പഠിച്ച ടോപ്പിക്കിന് ഞാൻ പൊതുവേ റിവൈസ് ചെയ്യാനാണ് റാങ്ക് ഫയൽ യൂസ് ചെയ്യാറ്. എനിക്ക് പ്രത്യേകിച്ച് റാങ്ക് ഫയൽ ഇപ്പോൾ ഒരു ടോപ്പിക്ക് എടുത്ത് ഫ്രഷായിട്ട് റാങ്ക് ഫയലിൽ നിന്ന് പഠിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഓവർവെൽമിംഗ് ആയിട്ട് തോന്നും. കാരണം ഒരുപാട് ഫാക്ട്സ് ഉണ്ട്. പിന്നെ നമുക്കറിയാവുന്ന പോലെ 3000-4000 പേജുള്ള ബുക്കാണ് റാങ്ക് ഫയൽ എന്ന് പറയുന്നത്. ഈവൻ റാങ്ക് ഫയൽ ഉപയോഗിക്കാതെ പഠിച്ച് ഗവൺമെൻറ് സർവീസിൽ കയറിയ ആൾക്കാരെ എനിക്കറിയാം. അത് ശരിക്കും നമുക്കൊരു നെസസിറ്റി അല്ല, പക്ഷേ ചില സമയങ്ങളിൽ നമുക്ക് എല്ലാത്തിനും നോട്ട് എടുക്കാൻ സമയമില്ലാത്തപ്പോൾ നമുക്ക് ശരിക്കും റിവൈസ് ചെയ്യാൻ വളരെ യൂസ്ഫുള്ളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ എക്കണോമിക്സ് ആണ് പഠിച്ചത്. എക്കണോമിക്സിലെ ന്യൂ എക്കണോമിക് പോളിസിയാണ് പഠിച്ചത്. അത് ആദ്യം ഞാനൊരു വീഡിയോ കാണുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ടാണ് റാങ്ക് ഫയൽ വായിച്ചത്. എനിക്ക് പൊതുവേ ക്ലാസ് കൂടിയിട്ട് റാങ്ക് ഫയൽ വായിക്കുന്നതാണ് കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ളത്. കാരണം നമുക്ക് ആ ഒരു ടോപ്പിക്കിനോട് കുറച്ചും കൂടി ഫെമിലിയാരിറ്റി തോന്നുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാനൊരു ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുകയാണ് ചെയ്തത്. ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ എത്ര പഠിച്ച ടോപ്പിക്കാണെങ്കിലും നമ്മൾ എവിടെയൊക്കെ മൈന്യൂട്ട് മിസ്റ്റേക്കുകൾ വരുത്തും എന്നുള്ളത് നമുക്ക് മനസ്സിലാവത്തുള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ ഇന്നലെ കണ്ടൊരു വീഡിയോയുടെ നോട്ട്സ് റിവൈസ് ചെയ്യുകയാണ് ചെയ്തത്. കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് ഹോട്ട് ടോപ്പിക് സീരീസ് എന്ന് പറഞ്ഞിട്ട് പ്രദീപ് സാറിൻ്റെ എൻട്രിയിലുള്ള ഒരു വീഡിയോ ആയിരുന്നു. അത് ഞാൻ പാർട്ട് 1 ഇന്നലെ കണ്ടു. അപ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചായിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് റിവൈസ് ചെയ്തു. എന്നിട്ട് അതിൻ്റെ ബാക്കി പാർട്ട് 2 ഇന്ന് കണ്ടു. അത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു 7ാമത്തെ പാർട്ടൊക്കെ ആയെന്ന് തോന്നുന്നു. ഞാനിപ്പോൾ 2ാമത്തെ ആയതേ ഉള്ളൂ. എനിക്കത് വളരെ യൂസ്ഫുള്ളായിട്ട് തോന്നി. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.